നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വലിയ ഒരു രഹസ്യമാണ്. നമ്മളുടെ ആത്മാവ് ദൈവം നമ്മളിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ്. ഈ മനുഷ്യാത്മാവിനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നാകാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നു. 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇത് വലിയ ഒരു രഹസ്യം വെളിപ്പെട്ട പോലെ എനിക്കിങ്ങനെ കർത്താവ് കാണിച്ചു തരികയാണ്. നമ്മൾ എവിടെയോ ഇരിക്കുന്ന ആത്മാവിനെയല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ദൈവാത്മാ. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഒന്നിച്ചിരിക്കുന്നു. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വചനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര അർത്ഥവും പ്രാപ്തിയും നമുക്ക് മനസ്സിലാകുകയാണ്. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, നാം ദൈവത്തിന്റെ മക്കളാണെന്ന്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം തരുന്നു. സന്തോഷമാവുന്നുണ്ടോ? ഈ ആത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ്, രണ്ട് ആത്മാവാണ്. നമ്മുടെ ആത്മാവിൽ മാമോദീസായിലൂടെ തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ്, ഓൾറെഡി ആ ഒരു അവസ്ഥയിലാണ്. ഒന്നുകൂടി എല്ലാവരും, ഈ ആത്മാവ് അല്ലെങ്കിൽ നാം ദൈവമക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. വീണ്ടും ആ അവസാനത്തെ സ്റ്റാൻസ ഒന്നുകൂടി പാടുകയാണ്. ദൈവാത്മാവിനെ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്ന് ചൊരിഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ.
അഭിഷേകം ചെയ്യണമേ 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 എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം. എല്ലാവരും ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ച് ശബ്ദം ഉയർത്തി സ്തുതിച്ച് ഈ സത്യത്തെ മനസ്സിലാക്കണം. ദൈവമേ, എന്നോട് കൂടെയാണ്. ദൈവം നമ്മോടുകൂടി. ദൈവം നമ്മോടുകൂടി. ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന അങ്ങയുടെ സർവ്വാധിപനായ കർത്താവായ ഞങ്ങളിൽ വസിക്കുന്നു. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൽ വന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെ എന്നും. ഒരിക്കൽ കൂടി പൂർണ്ണ ബോധ്യത്തോടെ നമ്മുടെ കൂടെ ബലവാനായ ദൈവം, രാജാവായ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെ. ഒരു കരം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ സത്യം, ഈ യാഥാർത്ഥ്യം അനുഭവിച്ചുകൊണ്ട് വീണ്ടും എല്ലാവരും ശബ്ദമുയർത്തി നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൽ വന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെ എന്നും. Praise the Lord. So, ക്രിസ്മസിന്റെ മംഗളങ്ങളും. ക്രിസ്മസ് കഴിഞ്ഞോ? ക്രിസ്മസ് കഴിഞ്ഞോ? ക്രിസ്മസ് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. ക്രിസ്മസ് എന്തെങ്കിലും കഴിയോ? ക്രിസ്മസിന് നിങ്ങളെല്ലാം സ്റ്റാർ കെട്ടിയായിരിക്കും അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ സ്റ്റാർ കെട്ടിയോ? എത്ര പേരുടെ വീട്ടിൽ നിങ്ങൾ സ്റ്റാർ തൂക്കിയൊന്ന് കൈ നോക്കിയേ? എല്ലാവരുടെ വീട്ടിൽ സ്റ്റാർ കെട്ടിയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ സ്റ്റാറിന്റെ അർത്ഥം എന്താ? എന്തിനാണ് നമ്മൾ സ്റ്റാർ കെട്ടുന്നത്? എന്തിനാണ് ഈ സ്റ്റാർ, എന്തിനാണ് ഈ നക്ഷത്രം വന്നത്? എന്താണ് ആ നക്ഷത്രത്തിന്റെ അർത്ഥം? വഴികാട്ടി. ഇനി ആരെങ്കിലും ദൈവത്തിനൊരു വഴികാട്ടിയുടെ ആവശ്യമുണ്ടോ? ദൈവത്തിന്റെ വഴികാട്ടിയാണോ അതോ ദൈവത്തിലേക്കുള്ള വഴികാട്ടി? അപ്പൊ അതിനെ കൂടുതൽ കുറച്ചുകൂടി ആഴമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. എന്താണ് നക്ഷത്രം? വാട്ട് ഈസ് ദി സ്റ്റാർ? നമ്മളിങ്ങനെ അർത്ഥം അറിയാത്ത വലിയ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു കൺവെൻഷനിൽ ഒരാഴ്ച വന്നിട്ട് പറയണം, അയ്യോ 80 വയസ്സായി എനിക്ക്, ഇപ്പോഴല്ലേ കുരിശ് വയ്ക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി. ഇപ്പൊ ഇന്ന് നിങ്ങളിലും ചിലർക്കൊക്കെ അങ്ങനെ തോന്നിക്കാണും. നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ രഹസ്യം ഇതാണ്. ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പോലെ, പക്ഷേ അതിന്റെ മുഴുവൻ അർത്ഥവും നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ധ്യാനങ്ങളും പ്രബോധനങ്ങളും നമുക്ക് ആവശ്യമായിരിക്കും.
നമ്മൾ ജ്ഞാന സ്നാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആണോ? ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൈവീശി കാണിക്കാൻ പറയുന്നത് എൻ്റെ വചനപ്രഘോഷണത്തിന്റെ മാധുര്യം കൊണ്ട് നിങ്ങളെങ്ങാനും ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ടാവും തെറ്റുന്ന ഇല്ലേ? മധുരമായ വചനം കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് കൈവീശി കാണിക്കാൻ പറയുമ്പോൾ കൈവീശാത്തവരെ അടുത്തിരിക്കണവരൊന്ന് കുലുക്കണം. അപ്പൊ അവർ കൈവീശു. മനസ്സിലാവും? ഓക്കെ, നമ്മൾ എന്താ സ്വീകരിച്ചിരിക്കുന്നത്? ഒന്നെല്ലാവരും പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയ ജ്ഞാനത്തിന്റെ പെട്ടി നമ്മൾ തുറന്നിട്ടുണ്ടോ? എത്ര പേർക്ക് തോന്നുന്നു ആ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയ ജ്ഞാനം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് തോന്നുന്നവരത് കൈ ഉയർത്തി. ജ്ഞാനസ്നാനത്തിലൂടെ ആലോചിച്ചു എത്തണം. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം മുഴുവനും ഞാൻ ഉപയോഗിക്കുന്നു. ഒരാളുടെ കൈ ഉയർത്തിയിട്ടില്ല. വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് ഒരാൾ മുഖാന്തരം ഈ സമൂഹം മുഴുവനും രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. കണ്ടോ? ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും അപ്പോൾ നമ്മൾ പടിപടിയായി അറിയണം. ആ നക്ഷത്രം വാസ്തവത്തിൽ ദൈവത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയായ ദൈവത്തിൽ അറിയിക്കുന്ന ജ്ഞാനമാണ് ആ നക്ഷത്രം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 4-5 വചനത്തിൽ പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യപടി അവളാണ്. അവൾ എന്ന് പറഞ്ഞ ആരാണ്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യപടി അവളാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ അതിലേക്ക് നമ്മൾ നയിക്കുന്ന ജ്ഞാനം ദൈവം തന്നെ നമുക്ക് തരണം. അതാണ് വാസ്തവത്തിൽ നക്ഷത്രം. ആ നക്ഷത്രം എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരുന്നു ആ നക്ഷത്രമില്ലേ? എങ്കിലും ജ്ഞാനികളായ 3 രാജാക്കന്മാരാണ് ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് ഒരു വെളിവ് കിട്ടി. എന്ത് കിട്ടി? വെളിവ്. വെളിവ് എന്ന് പറയുന്നത് വളരെ വലിയ അർത്ഥമുള്ളൊരു വാക്കാണ്. നമ്മൾ പലപ്പോഴും അതിന്റെ ആ അർത്ഥത്തിലല്ല ചിന്തിക്കാറുള്ളത്. മലങ്കരക്കാരെങ്കിലും ഉണ്ടോ ഇവിടെ? മലങ്കര ഒരാളെങ്കിലും. മലങ്കര കുർബാന ആരംഭിക്കുന്നത് ഒരു വലിയ വിസ്മരണീയമായ ഒരു ഗാനം ആരംഭിച്ചുകൊണ്ടാണ്. അത് വെളിവിനെ കുറിച്ചാണ്. ഒരുപാട് പേര് പാടുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ഒന്നുകൂടി പാടി. ഈ വെളിവ് ആണ് നമ്മളുടെ പുസ്തകം. ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട്. വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകുന്നു. ദൈവം തന്നെ തന്റെ ജ്ഞാനത്തിന്റെ മുൻകൂട്ടി അയച്ചുകൊണ്ട് നമ്മൾക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിവ് നൽകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ അറിയണം. നമ്മളെല്ലാം വന്നിരിക്കുന്നത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്.
എന്തിനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? അവനെ അറിയുവാനും, അല്ലെങ്കിൽ അന്വേഷിക്കുവാനും, അറിയുവാനും, സ്നേഹിക്കാനും. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സഫലമാകുന്നത്. അതിനുവേണ്ടി ഈ രാജാക്കന്മാർ അവർ ആരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നോ? ആയിരുന്നോ? ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അന്ന് ക്രിസ്ത്യാനികൾ വല്ലവരുണ്ടായിരുന്നോ? യേശു ജനിച്ചപ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് യേശു ജനിച്ചത്? ലോകം മുഴുവനും വേണ്ടി. യേശു ജനിച്ചപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഇനി ഈ രാജാക്കന്മാർ യഹൂദന്മാരായിരുന്നോ? അല്ല. പിന്നെ ആരായിരുന്നു അവർ? പൗരസ്ത്യരെന്ന് ആരായിരുന്നു? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞ വിജാതീയർക്ക് ദൈവം കാണിച്ചു കൊടുത്ത പ്രകാശം, ദൈവത്തേക്ക് നയിക്കുന്ന ജ്ഞാനമാണ് നക്ഷത്രം. ദൈവത്തെ കുറിച്ച് ഉള്ള അറിവിന്റെ ആദ്യപടി. ആ നക്ഷത്രം അവരെ ആ ജ്ഞാനത്തിന്റെ ഉറവിടത്തിലേക്ക് നയിച്ചു. ജ്ഞാനത്തിന്റെ ഉറവിടം ആരാ? ജ്ഞാനത്തിന്റെ ഉറവിടം യേശു. ജ്ഞാനം തന്നെയായ യേശു. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നുണ്ട്. കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിൽ പറയുന്നു. 1 കൊരിന്ത്യസ് 1:30 പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റുപറഞ്ഞ വചനം ഒരു മയക്കുന്ന സഹോദരിക്ക് കൊടുത്താൽ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. എന്തെല്ലാമാണ് 4 കാര്യങ്ങൾ? ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, പരിത്രാണം. ഇതെല്ലാം ആരാണ്? ദൈവം യേശുവിനെ നമുക്കായി ജ്ഞാനവും, യേശുവിനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. ജ്ഞാനമാണ് യേശു, ദൈവത്തിന്റെ ജ്ഞാനം. ഈ അർത്ഥത്തിലാണ് യേശയ്യാ പ്രവചനവും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: അന്ധകാരത്തിൽ കുടികൊണ്ടിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. ഒന്നെല്ലാവരും പറഞ്ഞ്, അന്ധകാരത്തിൽ കുടികൊണ്ടിരുന്ന ജനം ഒരു പ്രകാശം. എന്ത് എന്തായിരുന്നു അന്ധകാരം? എന്തായിരുന്നു അന്ധകാരം? എന്താ പാപം? വാസ്തവത്തിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ദൈവത്തെ കുറിച്ച് അറിവില്ലാതെ കണ്ട മണ്ണിനെയും കാടിനെയും മലയെയും എല്ലാം ദൈവമായിട്ട് ആരാധിച്ച ഒരു അവസ്ഥ ഇല്ലേ? അതിന് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അജ്ഞത ഇല്ലേ? ജ്ഞാനത്തിന്റെ നേരെ വിപരീതം. ഇഗ്നറൻസ്. മനുഷ്യൻ അജ്ഞതയിലാണ്. ഇപ്പോഴെങ്ങനെയാ? ഇപ്പോൾ എല്ലാവർക്കും അജ്ഞത മാറിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇപ്പോഴും ഒരു പരിധി വരെ ഈ അജ്ഞത മുഴുവനും മാറിയിട്ടില്ല. ദൈവത്തെ കുറിച്ചുള്ള അറിവിലൂടെയാണ് അജ്ഞത മാറുന്നത്.
ദൈവത്തെ അറിയാത്ത അവസ്ഥയാണ് അജ്ഞത. ജ്ഞാനം തന്നെയായ ദൈവം, ആ ദൈവം നമ്മൾക്ക് നൽകുന്ന ജ്ഞാനത്തിലൂടെയാണ് നമ്മുടെ ബുദ്ധി പ്രകാശിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള അറിവും വളരും. നമ്മുടെ ജീവിതവും ദൈവിക ജീവിതവുമായിട്ടുള്ള ലയനത്തിന് ഇത് വളരെ ആവശ്യമാണ്. ദൈവം എവിടെയോ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ദൈവം സർവവ്യാപിയാണെന്ന് ഉദ്ദേശിച്ചും ആരാധിക്കാം. എന്നാൽ ദൈവം എന്നോട് കൂടെ തന്നെ വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉദ്ദേശിച്ച് ആരാധിക്കുമ്പോൾ വ്യത്യാസമുണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈവീശി കാണിച്ചേ. നിങ്ങൾക്ക് ആകെ പ്രയാസമായോ? നിങ്ങൾ വിചാരിച്ചത് ഇപ്പൊ ഇവിടെ വന്ന് കുറെ രോഗശാന്തിയും നിങ്ങളുടെ കടബാധ്യതകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നിട്ട് ഈ കടിച്ചാൽ പൊട്ടാത്ത വചനവും കേട്ട് ആകെ ഉറങ്ങിയിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും. ഞാൻ എന്ത് പറയണം? ഇതൊക്കെ പറഞ്ഞാൽ മതിയോ? അതോ നിങ്ങൾക്ക് എന്ത് വേണം? പാല് കുടിക്കണോ അതോ ചപ്പാത്തി വേണോ? ചിക്കൻ ബിരിയാണി വേണോ? പാല് വേണോ? ചപ്പാത്തി എന്ത് വേണം? രണ്ടും വേണം. നമ്മൾ വളരണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ് നമുക്ക് കിട്ടണം. നമ്മൾ കുറെ കൈകൊട്ടി പാട്ടും ഞാൻ കുറെ തമാശ എല്ലാം പറഞ്ഞ് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും സന്തോഷമായിട്ടങ്ങ് പോയാൽ അയ്യോ പിന്നെ നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലാന്ന് തോന്നും ഇല്ലേ? നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളത് മാറ്റിവെക്കും. ഇത് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം താനെ വന്നോളും കേട്ടോ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഞാൻ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇനി കിട്ടുന്നത്. ഒരു ചോദ്യം ഇതാണ്: നിത്യജീവൻ എന്നാൽ എന്താകുന്നു? നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ബൈബിളിൽ ഈശോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിത്യജീവൻ എന്നാൽ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുക. പറയും, നിത്യജീവൻ എന്നാൽ എന്താകുന്നു? പ്രൈസ് ദി ലോർഡ്. ഒരാളെ എഴുന്നേറ്റ് ശക്തമായിട്ട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ചേ. നിങ്ങൾ കേട്ടോ? പറഞ്ഞത് കേട്ടോ? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എല്ലാവരും നേരിട്ട് പറഞ്ഞ് ശബ്ദം ഉയർത്തി. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. അറിവ് അത് പ്രഥമമായി ഒരറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. എന്നാൽ ഈ അറിവിൽ മാത്രമല്ല നിൽക്കുന്ന, അറിവിന്റെ പൂർണ്ണതയിൽ ആ ഒരു വ്യക്തി ബന്ധത്തിലേക്ക് വരികയാണ്. അതും ഒരു അറിവാണ്. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ലയനത്തിലേക്ക് വരുന്നു. പക്ഷെ ആ ലയനത്തിലേക്ക് വരുന്നത് ഈ അറിവിലൂടെയാണ്. ഈ ബൈബിൾ മുഴുവനും ആ അറിവാണ്. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ മുഴുവൻ പ്രബോധനങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ ചില തത്വങ്ങളും പ്രബോധനങ്ങളുമുണ്ട്. ആ പ്രബോധനങ്ങളിൽ അടിസ്ഥാനമിട്ടാൽ മാത്രമേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ.
അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശുഷ്കിച്ചു പോകും. വേറൊരു ചോദ്യം ചോദിക്കാം, ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശക്തി എന്തോരം വ്യത്യാസമുണ്ട്, അവരുടെ അസ്തിത്വത്തിലുള്ള വ്യത്യാസം എന്താണ്? ദൈവാത്മാവും അശുദ്ധാത്മാവും. കണ്ടോ, ഒരാൾ പറഞ്ഞു, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവം സൃഷ്ടാവാണ്, പിശാച് സൃഷ്ടിയാണ്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതാണോ? പിശാചിനെ ദൈവം സൃഷ്ടിച്ചത് പിശാചായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. ആ മാലാഖമാർ സൃഷ്ടിയാണ്. ആ മാലാഖമാർ വഴിപിഴച്ചു അല്ലെങ്കിൽ തെറ്റ് ചെയ്തപ്പോൾ അവർ പിശാചായിട്ട് മാറി. അഥവാ മാലാഖമാർ അഹങ്കരിച്ചപ്പോൾ പിശാചായിട്ട് മാറി. മനുഷ്യൻ അഹങ്കരിക്കാതിരുന്നാൽ മാലാഖയായിട്ട് മാറും. അപ്പോൾ ദൈവം സർവാധിപനാണ്, സർവശക്തനാണ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. ഇത് കാറ്റഗിസത്തിൽ ഒരു പ്രബോധനമാണ് ഞാൻ ഈ പറഞ്ഞത്. കാറ്റഗിസത്തിൽ 395 പറയുകയാണ്, എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ഇത്രയും മനസ്സിലാകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു കരുത്ത് തോന്നുന്നുണ്ടോ? നമ്മൾ പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? പിശാച് സൃഷ്ടിയാണ്, ദൈവമോ സൃഷ്ടാവ്. അപ്പൊ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. സൃഷ്ടി ദൈവത്തിന്റെ ശക്തിയുടെ കീഴിലാണ്. സൃഷ്ടിയുടെ ശക്തി അനന്തമല്ല. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായവരുടെ കൈ നോക്കിയേ. ഈ ഒരു അറിവാണ്, കണ്ടോ, ഈ ഒരു അറിവ് തന്നെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും പിശാചിനെ കുറിച്ച് ഭയപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ പിശാച് ജയിച്ചു നമ്മളെ. അതാണ് പിശാചിനെ ആഗ്രഹിക്കുന്നത്. അവൻ എന്നെ കണ്ട് ഭയപ്പെടണം. മനസ്സിലായോ? മറിച്ച് നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ അപ്പച്ചനാണ്, ദൈവം നമ്മുടെ പിതാവാണ്. പിശാച് ആക്രമിക്കാൻ വന്നാൽ, ഇപ്പൊ നമ്മുടെ മക്കള് പുറത്ത് മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ ഒരു പട്ടി ഓടിച്ചിടുകയാണ് അവരെ കടിക്കാൻ. നമ്മൾ അവിടെ നിന്ന് നോക്കി നിൽക്കോ? നമ്മൾ ഓടിച്ചെന്ന് കൊച്ചിനെ വാരി എടുക്കുകയില്ലയോ? അതുപോലെ നമുക്ക് ദൈവത്തെ പിതാവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കണം. അങ്ങനെയൊന്ന് കണ്ടു നോക്കിയ, ദൈവമേ, നീ എന്റെ പിതാവാണെങ്കിൽ നീ എന്നെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. നമുക്ക് നമ്മളെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവം നമ്മളെ ഒരു തരത്തിലും ഒരു ഹാനിയും സംഭവിക്കാൻ ഇടവരുത്തുകയില്ല. പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളും ഹാനിയെല്ലാം ഉണ്ടാകുന്നു? ഓ ജെറുസലേമേ, പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയും കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചു. ഇത് വേറൊരു തത്വമാണ്. പിടക്കോഴിയും കുഞ്ഞുങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുള്ളതാണ് പിടക്കോഴിയും കുഞ്ഞുങ്ങളും. ബോംബെയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് കണ്ടു പരിചയമുണ്ടില്ലേ? ഇവിടെ നമുക്ക് കോഴിയോ കോഴിക്കൂടോ ഒന്നുമില്ല. നാട്ടിലാണെങ്കിൽ നമ്മുടെ വീടിന്റെ പുറകുവശത്ത് ഒരു കോഴിക്കൂട്, ഇതാ പിടക്കോഴി കുറെ കുഞ്ഞുങ്ങളുമായിട്ട് രാവിലെ ഇറങ്ങും. ആ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊത്തി കൊത്തി കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തീറ്റ തിന്നുന്ന സമയത്ത് പിടക്കോഴി ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് മുകളിലേക്ക്. വല്ല പരുന്തോ കാക്കയോ തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന്. ഇല്ലേ? ഒരു പരുന്ത്, ദൂരെ നിന്നൊരു പരുന്ത് വരുന്നത് പിടക്കോഴി കണ്ടാൽ ഉടനെ
പെടക്കോഴിയുടെ അടുത്തേക്ക് വരുകയും പെടക്കോഴി തന്റെ ചിറക് വിടർത്തി കുഞ്ഞുങ്ങളെല്ലാം അതിൽ സംരക്ഷിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് വന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? പരുന്ത് വന്ന ആ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലയത്തിലാണ് നമ്മൾ. ആ സംരക്ഷണ വലയത്തിന്റെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് സംരക്ഷണത്തിന്, നമ്മൾ ദൈവത്തിന്റെ സംരക്ഷണത്തെ നമ്മൾ തിരസ്കരിക്കുകയാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഈ കുഞ്ഞു വിചാരിക്കുകയാണ്, ഓ എനിക്കിപ്പോ അമ്മയുടെ ആവശ്യമൊന്നുമില്ല, എന്നെ ആരൊന്നും കൊള്ളൂല, എനിക്ക് തന്നെ നിൽക്കാം. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെത്താനെ ജീവിക്കാൻ വേണ്ടിയല്ല. വേറൊരു ചോദ്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചോ? ഒന്ന് പറഞ്ഞെല്ലാവരും. എന്തിനു സൃഷ്ടിച്ചു? ദൈവം നമ്മെ എന്തിനു സൃഷ്ടിച്ചു? അതൊന്ന്. മറ്റൊരർത്ഥം, ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഒന്നുകൂടി എല്ലാവരും കരമൊക്കെ ഏറ്റു പറഞ്ഞ്, ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു കാരണം ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം എനിക്ക് ഇതാണ് എന്റെ പ്ലാൻ, എനിക്ക് ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. യോനായെ സൃഷ്ടിച്ചത് തന്നെ ഒരു പ്രവാചകനായി സൃഷ്ടിച്ചുവെങ്കിലും യോനായുടെ പ്രവാചക ദൗത്യത്തിന്റെ സമയം വന്നപ്പോൾ യോന പറയുകയാണ്, ഞാൻ നിനവേക്ക് പോവില്ല, ഞാൻ താർശീഷിലേക്ക് പോകുള്ളൂ. കണ്ടോ? ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാചകൻ, കൃത്യമായിട്ട് പ്രവാചകൻ അറിയാം ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിനവേക്ക് പോകണമെന്നാണ്. പക്ഷെ പ്രവാചകൻ പറയുകയാണ്, ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പ്രഘോഷിക്കണം, താർശീഷിൽ പോയി പ്രഘോഷിക്കണം. ദൈവം ഒരു കൊടുങ്കാറ്റ് അയച്ചു എന്ന് പറയുന്നു. ആരയച്ചു കൊടുങ്കാറ്റ്? ദൈവം. ഈ പ്രവാചകനെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഇല്ലേ, ദൈവം ഒരു കൊടുങ്കാറ്റ് ആ കടലിലേക്ക് അയച്ചത്. കടലിളകി, കപ്പലിളകി, കപ്പലിലുള്ള സകല ആളുകൾക്കും ഒന്നിലെ പ്രശ്നങ്ങൾ, അവരുടെ ചരക്കുകളെല്ലാം വലിച്ചെറിയേണ്ടി വന്നു. കണ്ടോ? പ്രശ്നങ്ങൾ വന്നു. ആയിരിക്കാം, ഇതായിരിക്കാം ഒരു കാരണം. നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു കാരണം, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണെന്നും, ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എന്ത് ഉദ്ദേശത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ അറിയാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഏതോ പാതയിലേക്ക് പോകുമ്പോൾ ദൈവം തന്നെ അത് അനുവദിക്കുന്നില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത് എല്ലാത്തിന്റെയും കാരണം ഇത് ആവണമെന്നില്ല. ഒരു കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു കാരണം, പ്രശ്നങ്ങൾ ഒരു കാരണം. അവസാനം യോനാക്കിയത് മനസ്സിലായപ്പോൾ യോന പറയുകയാണ്, എന്നെ കടലിലേക്ക് വലിച്ചെറിയുക. ഇതാണ് ഇതിന്റെ പരിഹാരം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും താർശീഷിലേക്കുള്ള കപ്പലിലാണോ എങ്കിൽ ഇപ്പോ എടുത്ത് ചാടുക. ഇതാണ് ഇപ്പോ പറയുക, കർത്താവേ, എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ ശരിയായ പാതയിലൂടെ അല്ല പോകുന്നതെങ്കിൽ ഇതാ എന്നെ കടലിലേക്ക് എറിയുക. കടലിലേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് എറിയുക. ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് എറിയുക. കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഇതാ ദൈവം അവിടെ ഒരു തിമിംഗലത്തിന്റെ രൂപത്തിൽ വാ വിളർന്ന് ലഭിക്കുകയാണ്. അവനെ വെള്ളത്തിൽ പോലും തൊടാതെ അങ്ങ് ഏറ്റെടുത്ത് ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് കൃത്യം എത്തിച്ചോ ഇല്ലയോ? എത്തിച്ചോ. അപ്പൊ എന്ന പോലെ ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇല്ല, നമ്മളെക്കാൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ദൈവം. ആ ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ ഇതാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവിന്റെ ഒരു വശം. ഇനി
ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഇനി അടുത്ത ചോദ്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞോ? അതോ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ, ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവരും പറഞ്ഞേ, ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞോ? ഇല്ല. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞോ? ഇല്ല. ഇതൊരു പുതിയ അറിവുമായി തോന്നുന്നില്ലേ? നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നത് സത്യമാണ്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടില്ല. സൃഷ്ടി, നമ്മളാകുന്ന ഈ സൃഷ്ടി ദൈവകരങ്ങളിലാണ്. ദൈവം നമ്മളെ അങ്ങ് നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നീയായി നിന്റെ പാടായി എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടിട്ടില്ല നമ്മളെ. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ പൊന്നുപോലെ തന്റെ കരങ്ങളിൽ കൊണ്ടു നടക്കുകയാണ്. സൃഷ്ടി ദൈവകരങ്ങളിൽ തന്നെയാണ്. നമ്മൾക്ക് ഓരോ നിമിഷവും ശ്വാസം നൽകുന്നത്, നമുക്ക് ആവശ്യമായ എല്ലാം ദൈവം തന്നെ നൽകുന്ന ഒരു പദ്ധതിയാണ് ദൈവത്തിന്. അതിനെയാണ് സുവിശേഷം പറയുന്നത് ദൈവപരിപാലന എന്ന് പറഞ്ഞ എല്ലാവരും ദൈവപരിപാലന. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഈശോ പറയുന്നുണ്ട്, ഈ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആകുലപ്പെടുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ഒരു മുഴം നീട്ടാൻ നിനക്ക് കഴിയുമോ? ഈ വയലിലെ ലില്ലികളെ നോക്കുവിൻ, സോളമൻ പോലും അവയിൽ ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല. ദൈവപരിപാലനയാണ്. അപ്പൊ ദൈവപരിപാലനയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ്. ദൈവം സൃഷ്ടിച്ച നമ്മളെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടില്ല. സൃഷ്ടി, നമ്മളാകുന്ന സൃഷ്ടി ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം ഓരോ നിമിഷവും നമുക്ക് വേണ്ടതെല്ലാം തരും എന്ന ആ പരിപാലനയാണ്. നമ്മൾ മലയാളം കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. എന്നെല്ലാവരും പറഞ്ഞ്, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമല്ലാതെ ദൈവത്തിൽ നിന്ന് ഒന്നും വരുന്നില്ല, ഇല്ലേ? അപ്പോ നമ്മൾ ദൈവത്തിന്റെ പരിപാലനയുടെ ആ കൊടക്കീഴിലാണ്, ദൈവത്തിന്റെ പരിപാലനയുടെ ആ ചിറകിൻ കീഴിലാണ്, ദൈവത്തിന്റെ പരിപാലനയുടെ കൈകളിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. എങ്കിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉണ്ടാകുന്നത് ശാപം കൊണ്ടോ ദൂഷ്യം കൊണ്ടോ ഒന്നും ആകണമെന്നില്ല. ഇവിടെ വചനം പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായം 29-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള വരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം പറയുകയാണ്, അവന് വേണ്ടി ക്രിസ്തുവിൽ, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള വരമാണ്, അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്നുകൂടി എല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
നമ്മൾ ഇവിടെ ആയിരിക്കുന്ന സ്ഥലം വളരെ വിസ്മയീയത നിറഞ്ഞ ഒരു കോൺഗ്രിഗേഷന്റെ സ്ഥലത്താണ് നമ്മൾ. എന്താ വിസ്മയീയത? ഇവിടെ നമ്മോടൊപ്പമുള്ള കാർമലൈറ്റ് ഫാദേഴ്സ്, OCD ഫാദേഴ്സ്, അതിന്റെ ആത്മീയതയെ കുറിച്ച് നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആത്മീയതയുടെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഴുവനും സഹനത്തിന്റെ വിസ്മയീയതയാണ് ഇവിടെ മുഴുവനും പറയുന്നത്. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് അദ്ദേഹത്തിനെ 9 മാസത്തോളം സമയം ഒരു ചെറിയ മുറിയിൽ അടച്ചിട്ടു. അതേ നോഹ തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. കഠിനമായ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് വളരെ പ്രസിദ്ധമായ ഈ തിയോളജിക്കൽ സിദ്ധാന്തം ഇരുണ്ട രാത്രി ഇതെല്ലാം രചിക്കപ്പെട്ടത്. അതാണ് ഈ സന്യാസ സഭയുടെ കേന്ദ്രം, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനും കൂടിയുള്ള വരമാണ്. ആ ജോൺ ഓഫ് ദി ക്രോസിനോട് പിന്നീട് കർത്താവ് ചോദിച്ചു, ഇനിയും നിനക്ക് വേണോ? അതെ, ഞാൻ എത്രത്തോളം നിനക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ രോഗശാന്തി, കഷ്ടതകളുടെ മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ക്രിസ്തുവിനോടുകൂടി സഹിക്കാൻ കൂടിയുള്ള ഒരു അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളിവിടെ നിർത്തുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് നമ്മുടെ എല്ലാ സഹനങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിലൂടെ ഇതെല്ലാത്തിനും ഒരു പുതിയ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് സ്തുതിക്കാം. എന്നിട്ട് അടുത്ത പ്രഘോഷണത്തിലേക്ക് നമ്മൾ പ്രഘോഷിക്കാം. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ